എന്താ ഒരു പൊട്ടുത്തരവാദിത്വം? ഒരു മന്ത്രിയുടെ വാക്കുകളെ, മന്ത്രിമാരെ നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിയുടെ നിലപാടുകളെ, ആ മന്ത്രിമാരുടെ വീക്ഷണങ്ങളെ, ആശയങ്ങളെ എല്ലാത്തിനെയും ഇതുപോലെ അവഗണിക്കാൻ ശ്രമിക്കുന്ന എന്ത് ഉത്തരവാദിത്തമാണ്? അതല്ല LDF, അതാകരുത് LDF, അതായിക്കൂടാ. LDFിന്റെ രാഷ്ട്രീയം എന്താ? അത് ആശയപരമാണ്. മാറി മാറി വന്ന ഗവൺമെന്റുകളുടെ ശ്രമഫലമായിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ബഹുത്തിന് മുമ്പിലാണ് കേരളം, മുമ്പിലാണ് നമ്മൾ. അതുകൊണ്ടാണ് കേരളത്തിന്റെ കണ്ണും മനസ്സും പതിയേണ്ടത് ഈ പറയുന്ന കരിക്കുലത്തിന്റെ ഭാഗത്താണ് പറയുന്നത്. ഈ ആഴമറിഞ്ഞ് വേണം ഒരു ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് പ്രവർത്തിക്കുക. ആ ആഴമറിയുമ്പോൾ ഗവൺമെന്റ് മുന്നണി പാലിക്കേണ്ട സാമാന്യ മര്യാദകൾ പാലിക്കുമ്പോൾ നിർബന്ധമായും അത് CPI പറയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗമാണ് G. റാനി. ഇപ്പോഴത്തെ സംസാരിച്ച വിഷയം ഈ മന്ത്രിക്ക് അറിയില്ല. രാവിലെ കൂടിയ നിങ്ങളുടെ യോഗത്തിലും മന്ത്രിമാരെ നേതാക്കന്മാരുണ്ടായി, അവർക്ക് ആർക്കും അറിയില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ PM ശ്രീയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളും ചർച്ചകളും നടക്കുന്നു. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ള നിലപാടുകൾ ചുരുങ്ങിയ വാക്കുകളിൽ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങൾ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് കൂടിയിരുന്നു. വളരെ ചർച്ചകളുണ്ടായി. ഇനിയും ചർച്ചകൾ വേണ്ടി വരും പാർട്ടിക്കകത്ത്. 27-ാം തീയതി അത്തരം നയപരമായ ചർച്ചകൾക്ക് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉടൻ തുടങ്ങിയിട്ട് ആ കമ്മിറ്റിയാണ് നയപ്രശ്നങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വഴി കാണിക്കേണ്ട നേതൃത്വ സമിതി. എല്ലാവർക്കും ബോധ്യമുള്ളതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിഭാജ്യമായ ഭാഗമാണ് CPI. LDFിന്റെ പിറവിയിലും വളർച്ചയിലും മറ്റേത് പാർട്ടിയേക്കാളും മഹത്തായ പങ്ക് വഹിച്ച പാർട്ടിയാണ്. LDFിന്റെ ചരിത്രം, അത് വന്ന വഴി, അതെല്ലാം CPIക്ക് അറിയാം. 56-ൽ ഐക്യകേരള പിറവി, അത് കഴിഞ്ഞ് വന്ന ഒന്നാം തിരഞ്ഞെടുപ്പ് കേരളത്തെ, അതിൽ ഭൂരിപക്ഷം കരസ്ഥമാക്കി പ്രകടനമേറ്റ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്. ഈ ചരിത്രമെല്ലാം LDFിനെ പറ്റി പറയുന്നത് CPIക്ക് ഓർക്കേണ്ടതുണ്ട്. കാരണം CPI ആണ് അതിന്റെ സാരഥ്യം മികച്ച പാർട്ടി. 56-ലെ കേരളപ്പിറവികളെ തുടർച്ചയായിട്ട് വന്നാൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി 57-ലെ ഇലക്ഷന് വേണ്ടിയുള്ള മാനിഫെസ്റ്റോയെ പറ്റി ചർച്ച ചെയ്യുകയുണ്ടായി. ആ മാനിഫെസ്റ്റോ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പാർട്ടി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. അതിന്റെ കൺവീനർ സഖാവ് CH എല്ലാ രംഗത്തെയും സമഗ്രമായ വളർച്ചയിലൂടെ കേരളത്തിന്റെ പുരോഗതിക്ക് ഉള്ള ഗ്യാരണ്ടി ആയിരുന്നു ആ മാനിഫെസ്റ്റോ. അതിനന്ന് സഖാവ് അച്യുതബുദ്ധൻ കൊടുത്ത തലക്കെട്ട് ഓർത്തിരിക്കേണ്ടതാണ്. അഭിമാനപൂർവ്വം CPI അത് ആവർത്തിക്കും. ഐശ്വര്യപൂർണമായ കേരളം കെട്ടിപ്പടുക്കാൻ. ആ മാനിഫെസ്റ്റോയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഊന്നൽ കൊടുത്തത് കാർഷിക വ്യാവസായിക മേഖലയ്ക്ക് മാത്രമല്ല, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയ്ക്കും ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അത്
അതീവ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. സമഗ്ര വളർച്ചയുടെ പാതയിൽ വിദ്യാഭ്യാസം വഹിക്കുന്ന പങ്കിനെ പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള എന്നത്തെയും വ്യക്തതയാണ് ഇത് പറയുമ്പോൾ ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത്. ആ വ്യക്തതയുടെ പാർട്ടിയാണ് CPI. വിദ്യാഭ്യാസ രംഗത്തെ ചലനങ്ങളെ ആ കാഴ്ചപ്പാടിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത്. അതുകൊണ്ട് തന്നെ PMCയെ പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പറയുന്ന ഇടതുപക്ഷ വീക്ഷണത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. PMCയെ പറ്റിയുള്ള പുത്തൻ തീരുമാനങ്ങളെ പറ്റി ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മളെല്ലാവരും അറിയുന്നുണ്ട്. ഏറ്റവും ഗൗരവമേറിയ കാര്യം, പത്രവാർത്തകളല്ലാതെ PMCയുമായിട്ട് ബന്ധപ്പെട്ട MOU എന്താണെന്നും അതിൽ ഒപ്പിടുമ്പോൾ കേരളത്തിന് കിട്ടിയ വാഗ്ദാനം എന്താണെന്നും ഇത്തരം കാര്യങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരുട്ടിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല, LDF ഓരോ പാർട്ടിക്കും അറിയാൻ അവകാശമുണ്ട്. LDF ഗവൺമെന്റ് അങ്ങേ അറ്റത്തെ ദേശീയ പ്രാധാന്യമുള്ള ഒരു ഉടമ്പടിയിൽ പങ്കാളിയാകുമ്പോൾ ആ ഉടമ്പടി എന്താണ്, ഇതിന്റെ കണ്ടന്റ് എന്താണ്, ഇതെല്ലാം അറിയാൻ അവകാശമുണ്ട്. അതറിയാനും അറിയിക്കാനുമുള്ള വേദിയാണ് LDF. ഇതിന്റെ സമിതികൾ. അവിടെ ഒന്നും ഇതേപ്പറ്റി ചർച്ച ഒന്നും ഉണ്ടായിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറപ്പിച്ചു പറയുന്നു, ഘടക പാർട്ടികളെയെല്ലാം അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കാതെ ഇരുട്ടിലാഴ്ത്തിക്കൊണ്ടല്ല LDF എന്ന് പറയുന്ന മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം മുമ്പോട്ട് വരുന്നത്. LDFനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് കേവലമായ അധികാരത്തിന്റെ ഒരു സംവിധാനമായിട്ടല്ല, 5 കൊല്ലമോ 10 കൊല്ലമോ പ്രദേശത്തൊക്കെ ഭരിക്കാനുള്ള ഒരു ഭരണത്തിന്റെ മാത്രമുള്ള ഉപാധിയായിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDFനെ കാണുന്നത്. LDF ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിയതമായ ദൗത്യം പൂർത്തീകരിക്കാൻ കടപ്പെട്ട രാഷ്ട്രീയ പക്ഷമാണ്. ആ ദൗത്യത്തിന്റെ കാതലാണ് ഇടതുപക്ഷ ജനാധിപത്യ ബദൽ. ആ ബദലിന് ആവശ്യമായ പരിപാടി, ആ ബദൽ കാഴ്ചപ്പാടും ആ പരിപാടിയുമാണ് LDFനെ വ്യത്യസ്തമാക്കുന്നത്. അതാണ് LDFന്റെ മഹത്വം. ആ മഹത്വത്തിന്റെ എല്ലാ അർത്ഥങ്ങളും എല്ലാ അംശങ്ങളും ആരെക്കാളും ബോധ്യമുള്ള പാർട്ടിയാണ് CPI. അതുകൊണ്ട് പറയുകയാണ്, ഇത്രയേറെ ഗൗരവമേറിയ ദൂരവ്യാപക അർത്ഥമുള്ള ഒരു കാര്യത്തിൽ വിദ്യാഭ്യാസം പോലെ ഉണ്ണി കേരളത്തിലെ LDF ഗവൺമെന്റ് പങ്കാളിയാകുമ്പോൾ, ഒരു MOU ഒപ്പിടുമ്പോൾ അതിനെ പറ്റിയുള്ള നയപരമായ കാര്യങ്ങളോ കണ്ടന്റോ ഒന്നും ഘടക പാർട്ടികളെ അറിയിക്കാത്തതിന്റെ യുക്തി, രാഷ്ട്രീയം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാകുന്നില്ല. LDFന് മാത്രമല്ല, നിങ്ങൾ അന്വേഷിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെട്ടു. മന്ത്രിസഭയ്ക്കകത്തും ഈ MOUവിനെ പറ്റി ചർച്ച ഉണ്ടായിട്ടില്ല. 2 തവണ ക്യാബിനറ്റിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. 2 തവണ. അത് കഴിഞ്ഞ വർഷം 24 ഡിസംബറിൽ, ഈ വർഷം ഏപ്രിൽ. ആ 2 തവണയും കൃത്യം തിരുത്തുന്നൊക്കെ 4/12/24 ഒന്നാം വട്ട ക്യാബിനറ്റിൽ ചർച്ചയ്ക്കല്ല അതിൻ്റെ വന്നു. പിന്നീട് 9/4/25 അത് ക്യാബിനറ്റ് വിഭാഗം വന്നു.
ആ 2 തവണയും നയപരമായ തീരുമാനങ്ങൾക്കായി അത് മാറ്റിവെച്ച വിഷയമാണ്. അർത്ഥമുണ്ട്. നയപരമായ തീരുമാനം വേണം എന്ന കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് ശരിയാണ്. ശരിയായ കാഴ്ചപ്പാടിന്റെ വെളിച്ചത്തിൽ ക്യാബിനറ്റ് മാറ്റിവെച്ച ഒരു വിഷയമാണ്. ആ വിഷയം പിന്നീട് ഒരിക്കലും ക്യാബിനറ്റ് ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ആ വിഷയത്തെപ്പറ്റി നയപരമായ തീരുമാനം കൈക്കൊള്ളാനും നയപരമായി സർക്കാരിനെ നയിക്കുവാനും കടപ്പെട്ട LDF ചർച്ച ഉണ്ടായിട്ടില്ല. അപ്പൊ എവിടെയും ചർച്ച ചെയ്യാതെ, ആരോടും ആലോചിക്കാതെ, ഘടക പാർട്ടികളെയും മന്ത്രിസഭയെയും തന്നെ ഇരുട്ടിലാക്കിക്കൊണ്ട് ഇത്രയും ഗൗരവമായ ഒന്നിൽ LDF ഗവൺമെന്റിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് CPIക്ക് അറിയില്ല. ഇതല്ല LDF ശൈലി. ഇതാകരുത് LDF ശൈലി. LDF വാക്കിലും പ്രവൃത്തിയിലും ഇടതുപക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ, അതിന്റെ മര്യാദകളെ, മാന്യതകളെ, രാഷ്ട്രീയ വ്യാപ്തികളെ എല്ലാം ഉൾക്കൊള്ളാൻ കടപ്പെട്ട പക്ഷമാണെന്ന് CPIക്ക് ബോധ്യമുണ്ട്. ആ നിലപാട് CPIക്കുണ്ട്. ഇതിനകത്ത് ഒപ്പിട്ടതായുള്ള വാർത്തകൾ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒപ്പിട്ടു എന്ന് മനസ്സിലാക്കി. ആ വാർത്ത ശരിയാണെന്നറിയും. ഇന്നലെ രാത്രിയിൽ വൈകും വരെ നിങ്ങളെല്ലാം വിളിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഞാൻ പറഞ്ഞ ഒറ്റ വാചകമാണ്: കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ, at that moment I was not sure of this. കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അത് മുന്നണി മര്യാദകളുടെ ലംഘനമാണെന്നാണ് അന്ന് ഞാൻ പറഞ്ഞത്, ഇന്നലെ പറഞ്ഞത്. അത് ശരിയായിരുന്നു. ആ വാർത്ത ശരിയായിരുന്നു. ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആവർത്തിച്ച് CPI പറയുന്നു, ആ ഒപ്പിടൽ മുന്നണി മര്യാദകളുടെ ലംഘനമാണ്. അത്തരം ലംഘനം LDF ഭാഗത്തുനിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. LDF അങ്ങനെയല്ല ഗൗരവമേറിയ പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. അതല്ല LDF വഴി. LDF വഴി ഇടതുപക്ഷ വഴിയാണ്. അതിന്റെ വഴി ജനാധിപത്യ വഴിയാണ്. ആ ജനാധിപത്യത്തിന്റെയും ഇടതുപക്ഷത്തിന്റെയും ആശയങ്ങളെയും മൂല്യങ്ങളെയും മറന്നുകൊണ്ട് ഇപ്രകാരം പോകുന്ന ഈ ശൈലി തിരുത്തപ്പെടേണ്ട ഒന്നാണ്. അത് തിരുത്തിയേ തീരും. ആ കാര്യം കാണിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് LDF കൺവീനർക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്ത് LDF എല്ലാ ഘടക പാർട്ടികൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ കത്തിലെ സാരാംശം ഇതാണ്: LDF തീരുമാനം കൈക്കൊള്ളുന്ന വഴികളെ പറ്റിയുള്ള CPI കാഴ്ചപ്പാട്. ഇതല്ല വഴിയെന്ന് LDF CPIക്ക് ഉറച്ചു പറയാനുള്ള അവകാശമുണ്ട്. അത് പറയുന്നില്ല. PMCയെ പറ്റി ലഭ്യമായിട്ടുള്ള രേഖകളെല്ലാം ഞങ്ങൾ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും കണ്ടേക്കാൻ രേഖകളില്ല. നാനാഭാഗത്തു നിന്നും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. PMCയെ പറ്റി ഞങ്ങൾ മനസ്സിലാക്കിയത് അത് NEPയുടെ ഒരു ഷോക്കേസ് ആണ്. ഇതാണ് ഞങ്ങൾ വായിച്ച വരികൾ. ഞങ്ങൾ ആദ്യ ഭാഗം വായിക്കുന്നില്ല. സ്റ്റേറ്റ്സ്, UTs, KDS, JNV will implement all the provisions of National Education Policy NEP 2020 in entirety
in entirety within the entire states or UT or KVS or JNB. As the main objective of this scheme is to showcase the implementation of NEP 2020 through the PMC schools. ഇതാണ് ഞങ്ങൾ വായിച്ച രേഖയിലുള്ളത്. ഇതാണ് അതിലുള്ളതെങ്കിൽ, വാസ്തവത്തിൽ ഞങ്ങളുടെ രേഖ ഇതാണ്, ഇത് തന്നെയാണ് ഉള്ളതെങ്കിൽ ഇതാണ് എന്റെ പ്രശ്നം. ഒരു പേരല്ല പ്രശ്നം, അല്ല പ്രശ്നം ഇതാണ്. NEP ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയുള്ള പദ്ധതിയാണിതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇൻ ദ ലോങ് റൺ അതെങ്ങോട്ട് പോകും? അതേപ്പറ്റി ഇടതുപക്ഷത്തിന് ആശങ്കയുണ്ട്. ഈ ആശങ്ക CPIയുടെ മാത്രം ആശങ്കയല്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിങ്ങളുടെ പാർട്ടിയുടെ ബോധ്യത്തിൽ CPM-നുമുണ്ട് ഇതേ ആശങ്കകൾ. ഒന്നിലേറെ പ്രാവശ്യം CPI പോലെ തന്നെ CPM-ഉം ഈ ആശങ്ക സകാരണമാണ്, അത് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് CPI-യും CPM-ഉം മാത്രമല്ല, എല്ലാ ഇടതുപക്ഷ പാർട്ടികളും, എല്ലാ മതേതരവാദികളും, ജനാധിപത്യ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്നവരെല്ലാവരും ഒരുപോലെ ഈ ആശങ്ക പ്രകടിപ്പിക്കുന്നു. അതിന്റെ വെളിച്ചത്തിലാണ് ഇന്ത്യയിലെ മഹത്തായ ചരിത്രമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം, AISF മാത്രമല്ല, AISF-ഉം SFI-യും എല്ലാം അടങ്ങുന്ന മഹത്തായ വിദ്യാർത്ഥി പ്രസ്ഥാനം, സമര പാരമ്പര്യങ്ങളുടെ കാര്യത്തിൽ ഒട്ടും ചെറുതല്ലാത്ത അധ്യാപക പ്രസ്ഥാനം, അവരെല്ലാം സമരപാതയിലാണ്. ആ സമരപാതയിൽ നിന്ന അധ്യാപക പ്രസ്ഥാനം, വിദ്യാർത്ഥി പ്രസ്ഥാനം, ബഹുജന പ്രസ്ഥാനം, അവരെല്ലാവരും പ്രതീക്ഷയോടെ നോക്കിയതാണ് ഇടതുപക്ഷത്തെ. നാളെയും നോക്കിയത് ഈ പക്ഷത്തെയാണ്. ഈ പക്ഷം മാത്രമാണ് പ്രതീക്ഷയുടെ പക്ഷം. LDF മാത്രമാണ് ശരി. അതുകൊണ്ട് പിന്തിരിപ്പ നയങ്ങൾക്കെതിരായി, വർഗീയ ഭ്രാന്തിനെതിരായി, വിദ്യാഭ്യാസ രംഗത്തെ വർഗീയ വെട്ടണത്തെ ചെറുക്കാൻ വേണ്ടി, വിദ്യാഭ്യാസ രംഗത്തെ വാണിജ്യ കൈമകളെ ചെറുക്കുവാൻ വേണ്ടിയുള്ള എല്ലാ സമരങ്ങളിലും ഇടപെട്ടു പോരുന്ന വിദ്യാഭ്യാസ പ്രേമികളാകെ ഇന്ത്യയിലെമ്പാടും ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ പക്ഷമാണ് ഇടതുപക്ഷം. ആ കർത്തവ്യത്തിന്റെ ഭാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബോധ്യമുണ്ട്. അതൊരു വിശ്വാസമാണ്, ജനങ്ങളെ പറ്റി വിശ്വാസം. അതിനെ മാനിക്കണം ഇടതുപക്ഷം. അങ്ങനെ വരുമ്പോൾ PMC പോലെ ഒന്നിൽ ഇടപെടുമ്പോൾ പലവട്ടം ചിന്തിക്കണം ഇടതുപക്ഷ ഗവൺമെന്റ്, പലവട്ടം. ഇതുപോലൊരു ദിവസം ഉച്ചതിരിഞ്ഞ നേരത്തെ ഇവിടെ വച്ചൊരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. അത് വേറെ ഒന്നും കാര്യത്തിൽ കൂടിയാണ്. അവിടെ പെട്ടെന്ന് നിങ്ങളാരോ ചോദിച്ചു ഈ PMC-യെ പറ്റി. ചോദ്യം പെട്ടെന്ന് വന്നു, ഉത്തരവും ഞാൻ പെട്ടെന്ന് പറഞ്ഞു. NEP-യുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് PMC എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അതങ്ങനെയാണെങ്കിൽ അതിലേക്ക് ഇടപെടും മുമ്പ് ഗവൺമെന്റ് 2 വട്ടം ചിന്തിക്കണം എന്നാണ് CPI പറഞ്ഞത്. അതൊരു രാഷ്ട്രീയ നിലപാടാണ്. കടുത്ത ഭാഷയിലല്ലെങ്കിൽ വ്യക്തമായ CPI പറഞ്ഞു. കാരണം NEP എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറയുന്നത്, NEP-യുടെ രേഖകൾ പ്രകാരമുള്ള ഒരു 6 പില്ലേഴ്സിനെ പരാമർശവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പില്ലർ കരിക്കുലമാണ്, പെഡഗോഗിയാണ്, സിലബസാണ്, ഇൻഫ്രാസ്ട്രക്ചറും മറ്റും പുറകെ വരുന്നു. ഏറ്റവും മുഖ്യമായ കാര്യം ഇതാണ്. പുത്തൻ തലമുറയെ വാർത്തെടുക്കുന്ന പാഠ്യപദ്ധതി, അധ്യയന ശാസ്ത്രത്തെ, പെഡഗോഗിയെ എല്ലാം സ്വാധീനിക്കും വിധമുള്ള ഒന്നാണ് BJP ഗവൺമെന്റ്. അതും കൂടി അറിയണം. BJP ഗവൺമെന്റ് ഷോക്ക് കേസ് ചെയ്യാൻ ശ്രമിക്കുന്നത്.
ആ ഷോർട്ട് കേസിന് വേണ്ടിയാണ് ഈ പറയുന്ന PMC എന്ന് അവർ തന്നെ പറയുന്നു. ചെറിയ കാര്യമാണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ബോധം പറഞ്ഞത് അത് ഗൗരവമായി കണ്ട കാര്യമാണ്. ഇതാണ് ഞങ്ങൾ സ്നേഹപൂർവ്വം അന്ന് ഒറ്റ വാക്കിൽ അറിയിക്കാൻ ശ്രമിച്ചത്. കാണുന്നു ആ നിലപാട് നോക്കട്ടെ. ആദ്യം അതിനോട് കടുത്ത ഭാഷയിൽ യോജിച്ച സഖാവ് വി ശിവൻകുട്ടി ഞങ്ങളുടെ എല്ലാ സഖാവാണ്, ഉറ്റ സുഹൃത്താണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശിവൻകുട്ടിയെ പറ്റി ആദരവുണ്ട്. ആ ശിവൻകുട്ടി പെട്ടെന്ന് പ്രലോഭന ബുദ്ധിയ ഭാഷയിൽ പ്രതികരിച്ചെങ്കിൽ പോലും അദ്ദേഹം വളരെ വേഗം ആ നിലപാട് തിരുത്തി. അദ്ദേഹം ഇടതുപക്ഷ നേതാവിന്റെ ഭാഷയിൽ അതേപ്പറ്റി പ്രതികരിച്ചിരുന്നു. അതെല്ലാം കേരളം കണ്ട കാര്യമാണ്. ഇതൊന്നും പഴയ കാര്യങ്ങളുമല്ല, പഴയ മറുപടി സമയമായിട്ടില്ല. അതെല്ലാം ഇരിക്കെയാണ് ഈ പറയുന്ന അസ്വാഭാവികമായ തിരക്കോടുകൂടി, അൺയൂഷ്വൽ ഹിയസ്റ്റ് എന്ന് പറയും, അതോടുകൂടി വാഗ്ദാനം ചെയ്യപ്പെട്ട ചർച്ചയില്ലാതെ, ആലോചനയില്ലാതെ, നയപരമായ സംവാദങ്ങളില്ലാതെ, ക്യാബിനറ്റിലോ LDF-ലോ ഒരു വർത്തമാനം പോലും പിന്നീട് പറയാതെ ഒരു ഉദ്യോഗസ്ഥ പെട്ടെന്ന് ഡൽഹിയിൽ ലാൻഡ് ചെയ്യുന്നു. ആ ഉദ്യോഗസ്ഥ ഒപ്പുവെക്കുന്നു. ഒപ്പുവെച്ച പിറ്റേ നിമിഷം കേന്ദ്ര BJP ഗവൺമെന്റ് അതിനെ പുകഴ്ത്തുന്നു. അതിനെ ABVP പുകഴ്ത്തുന്നു. അതിനെ BJP വാഴ്ത്തുന്നു. ഇതെല്ലാം ഉണ്ടായി. ഞാൻ സഖാവ് EMS ഓർക്കുന്നു. ഇപ്പോൾ സഖാവ് EMS അന്ന് പറഞ്ഞു, എന്റെ കുട്ടിക്കാലത്തെ വായിച്ച പ്രസ്താവനയാണ് ഇത്. അന്ന് പറഞ്ഞു, എന്നെ മനോരമയോ മാതൃഭൂമിയോ പിന്തുണച്ചാൽ അപ്പോൾ ഞാൻ ചിന്തിക്കും എന്തോ തെറ്റ് ഞാൻ പറഞ്ഞു. ഞാൻ വായിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥിയായിരിക്കും, സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കും. ഇവിടെ ആദ്യം പിന്താങ്ങിയത് BJP ആണ്, പിന്നെ ABVP ആണ്, പിന്നെ RSS ആണ്, പിന്നെ അവർ നിയന്ത്രിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ്. അതുകൊണ്ട് സംതിങ് ഈസ് റോങ് വിത്ത് ദ PMC ആൻഡ് NEP. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടത് ആവശ്യമായിട്ടുള്ള ചർച്ചകൾ വേണം, വ്യക്തത വേണം, സംവാദങ്ങൾ വേണം. ഉണ്ടാകാതെ പോകുന്ന ഈ തിരക്കുന്നതിന് വേണ്ടിയാണ്. Why this unusual haste and for what? എന്തുകൊണ്ട്, എന്തിനു വേണ്ടി? അത് മനസ്സിലാക്കാൻ കമ്മ്യൂണിസ്റ്റ് മാത്രമല്ല എല്ലാ വിദ്യാഭ്യാസ ബന്ധുക്കൾക്കും പ്രയാസം. ഇതാണ് വിഷയം. ഞാൻ ദീർഘമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞു പോകുന്നില്ല. വിഷയത്തെ കരിക്കുലവും സിലബസും പെഡഗോഗി എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമല്ല. അതാണ് ഭാവി തലമുറയുടെ ബോധത്തെ തീരുമാനിക്കുന്നത്. കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിന്റെ തുടക്കവാചകം അതാണ്. The destiny of India is being framed in her classrooms എന്നാണ് ആരംഭിക്കുന്നത്. നാടിന്റെ ഭാഗധേയം, ഭാവി രൂപം കൊള്ളപ്പെടുന്നത് ക്ലാസ് മുറികൾ തന്നെയാണെന്നാണ് അതിന്റെ അർത്ഥം. ആ ക്ലാസ് മുറിയെയാണ് പിടിക്കുന്നത് RSS BJP. ക്ലാസ് മുറിയെ പിടിക്കുകയാണ്, പുത്തൻ തലമുറയെ പിടിക്കുകയാണ്. ക്യാഷ് ദം യങ് എന്ന ഹിറ്റ്ലർ വാക്കുണ്ട്. ക്യാഷ് ദം യങ്, ചെറുപ്പത്തിലെ പിടികൂടുക. അതുകൊണ്ട് BJP ഗവൺമെന്റിന് അധികാരം കിട്ടിയ അന്ന് മുതൽ വലിയ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ അവർ വർഗീയ പ്രക്രിയക്ക് ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമം തുടരുകയാണ്. അതേപ്പറ്റി CPIക്ക് ബോധ്യമുണ്ട്, CPM-നും ബോധ്യമുണ്ട്. CPIക്കും CPM-നും ലെഫ്റ്റിനാകത്തന്നെയും സെക്യുലർ വാല്യൂസിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഫെഡറൽ തത്വങ്ങളെ മാനിക്കുന്നവർക്കെല്ലാം
ബോധ്യമാണ് ഈ കാര്യം. ഞങ്ങളുടെ ഗവൺമെന്റ് ബോധ്യമാണ് ആ കാര്യം. അത് ബോധ്യമായി തീരും. നല്ല വിഷയം. നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ട്, സിലബസിൽ നിന്ന് ചില പാഠ്യഭാഗം മാറും. ഏതെല്ലാം ഭാഗം? ഗാന്ധി വധം മാറും. നമ്മളെല്ലാം പഠിച്ചത് മഹാത്മാഗാന്ധിയെ മതഭ്രാന്തരായ ഘാതകൻ വെടിവെച്ച് കൊന്നു എന്നാണ്. NEP പഠിപ്പിക്കുന്നത് പല ഭാഗത്തും മഹാത്മാഗാന്ധി മരിച്ചു എന്നാണ്, ദിവംഗതനായി എന്നാണ്. അത്തരം വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത് അതിശയമല്ല. ഡാർവിൻ പുറത്താക്കപ്പെടും എന്ന് പറഞ്ഞാൽ തിയറി ഓഫ് ഇവല്യൂഷൻ പഠിക്കേണ്ടതില്ല. ആദ്യത്തെ ശസ്ത്രക്രിയ ഏതാണ്? അത് ഗണപതിയുടെ മൂക്കാണെന്ന് പറയുന്നത്. അങ്ങനെ എല്ലാം ആദ്യം വിമാനം പഠിച്ചത് ആരാണ്? നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചത് റൈറ്റ് ബ്രദേഴ്സ് ആണെന്നായിരുന്നു. റൈറ്റ് ബ്രദേഴ്സ്. പുത്തൻ തലമുറയെ BJP പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് രാവണനാണെന്നാണ്. സയന്റിഫിക് ടെമ്പറിനെ പറ്റി പറയുന്ന രാജ്യമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല പറയുന്നത്, ഭരണഘടന പറയുന്നുണ്ട് സയന്റിഫിക് ടെമ്പറിനെ പറ്റി. ആ സയന്റിഫിക് ടെമ്പറിനെ പൂർണ്ണമായിട്ടും വളച്ചൊടിച്ചിട്ട് വികൃതമാക്കിയിട്ടാണ് പോക്ക് പോകുന്നത്. ഇപ്രകാരത്തിൽ പാഠ്യപദ്ധതിയെ മുഴുവനും മാറ്റിമറിക്കുന്നതിനെ പറ്റിയാണ് ഞങ്ങൾ വായിച്ചത്. അങ്ങനെ മാറ്റിമറിക്കുമോ? കേരളത്തിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ പാഠപുസ്തകങ്ങൾ എടുക്കുമെങ്കിൽ അത് നിരാശകരമായിരിക്കും. ഇത്തരം വിഷയങ്ങൾക്ക് തീർപ്പ് വേണം, തീരുമാനം വേണം. ആ വ്യക്തതയില്ലാതെ ഈ പറയുന്ന പുത്തൻ തലമുറയുടെ ബോധത്തെ നിർണ്ണയിക്കുന്ന പാഠപുസ്തകങ്ങളെയും അതിന്റെ ഘടനകളെയും എല്ലാം അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി പറയുന്നത്, അതിലൊക്കെ എത്രയോ മുമ്പിലാണ് കേരളം. അത് പറയുന്നുണ്ട്, പള്ളിക്കൂടങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ശൗചാലയങ്ങൾ. അപ്പൊ ബീഹാർ പറയാം, UP പറയാം. ഇതെല്ലാം പണ്ടേക്ക് കേരളം പൂർത്തിയാക്കിയതാണ്. ഒന്നാമത്തെ 57 കമ്മ്യൂണിസ്റ്റ് സർക്കാർ മുതലുള്ള കാലത്തെ മാറി വന്ന ഗവൺമെന്റുകളുടെ ശ്രമഫലമായിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ബഹുത്തര മുമ്പിലാണ് കേരളം. മുമ്പിലാണ് നമ്മൾ. അതുകൊണ്ടാണ് കേരളത്തിന്റെ കണ്ണും മനസ്സും പതിയേണ്ടത് ഈ പറയുന്ന കരിക്കുലത്തിന്റെ ഭാഗത്താണ് പറയുന്നത്. പാഠ്യപദ്ധതി അധ്യയനം പെഡഗോഗിക്കാണ് മുഖ്യമെന്ന് അതുകൊണ്ട് പറയുകയാണ്. ഇതാണ് ഇതിന്റെ പ്രാധാന്യം, ഇതിന്റെ ആഴം. ഈ ആഴം അറിഞ്ഞ് വേണം ഒരു ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് പ്രവർത്തിക്കുക. ആ ആഴം അറിയുമ്പോൾ ഗവൺമെന്റ് മുന്നണി പാലിക്കേണ്ട സാമാന്യ മര്യാദകൾ പാലിക്കണം. നിർബന്ധമായും അത് CPI പറയുന്നു. അതുകൊണ്ടാണ് CPI പറഞ്ഞത് ഇത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ്. അതുകൊണ്ടാണ് CPI പറഞ്ഞത് NEP-യിലേക്ക് ചാടും മുമ്പ് 2 വട്ടം ചിന്തിക്കണമെന്ന്. അതിപ്പോഴും CPI പറഞ്ഞു. ചിന്തിച്ചിട്ടുണ്ടോ? തിരുത്തിയോ? എന്തോ ഒപ്പിട്ടത്? ഇതൊരു മന്ത്രിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗമാണ് G. റാണി. ഇപ്പോഴത്തെ സംസാരിച്ച വിഷയം ഈ മന്ത്രിക്ക് അറിയില്ല. രാവിലെ കൂടിയ നിങ്ങളുടെ യോഗത്തിലും മന്ത്രിമാരെ നടക്കപ്പെടുണ്ടായി, അവർക്ക് ആർക്കും അറിയില്ല. അവർക്കെല്ലാം ഒന്നറിയാം, ഏറ്റവും ഒടുവിൽ കൂടിയ ക്യാബിനറ്റ് യോഗത്തിലും CPIയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയം ഉന്നയിച്ചു. ഈ വാർത്തയെല്ലാം കേട്ടപ്പോൾ എന്താണ് അതിന്റെ സത്യം ചോദിച്ചു. ഒരു മന്ത്രിക്കുള്ള അവകാശമാണ്
എന്താ സത്യം? എന്താണ് എന്താ സംഭവിക്കുന്നത്? ഒരാൾ ഉത്തരം പറഞ്ഞില്ല. അതെന്ത് ഗവൺമെന്റാണ്? എന്താ അതിന്റെ പൊട്ടുത്തരവാദിത്വം? ഒരു മന്ത്രിയുടെ വാക്കുകളെ, മന്ത്രിമാർ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ നിലപാടുകളെ, ആ മന്ത്രിമാരുടെ വീക്ഷണങ്ങളെ, ആശയങ്ങളെ എല്ലാത്തിനെയും ഇതുപോലെ അവഗണിക്കാൻ ശ്രമിക്കുന്ന എന്ത് പൊട്ടുത്തരവാദിത്വമാണ്? അതല്ല LDF, അതാകരുത് LDF, അതായിക്കൂടാ. LDFന്റെ രാഷ്ട്രീയം എന്താ? അത് ആശയപരമാണ്. അതിന്റെ കാതൽ RSSും BJP പ്രതിനിധീകരിക്കുന്ന വർഗീയ ഭ്രാന്തനെ ചെറുക്കലാണ്. ആ കൈകളിലേക്ക് ഇന്ത്യയെ കൈമാറിക്കൂടാ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെമ്പാടുമുള്ള മതേതര പോരാട്ടങ്ങളിൽ, വർഗീയ ശക്തികളെ ചെറുക്കുന്ന പോരാട്ടങ്ങളിൽ, വിദ്യാർത്ഥി അധ്യാപക മുന്നേറ്റങ്ങളിൽ എല്ലാം ഇടതുപക്ഷം പോരാടുന്നത് എല്ലാവരുടെയും ബന്ധുവായി മാറിയത്. ആ ബന്ധം വിലപ്പെട്ട ബന്ധമാണ്. ഞങ്ങൾ LDFനെ കാണുന്നത് കേരളത്തിന്റെ മാത്രം കാര്യമായിട്ടല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല കുറി വ്യക്തമാക്കിയ കാര്യമാണ്. കേരളത്തിൽ മാത്രം ഒരു കാര്യം, ഇവിടുത്തെ ഇലക്ഷൻ, ഇവിടുത്തെ ഭരണം അത് മാത്രമല്ല. ഞങ്ങൾ LDFനെ കാണുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ വ്യാപ്തിയിലാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നാളെ എന്ത് വേണം വഴി എന്ന ചോദ്യവുമായി വഴി ആരായുന്നവർക്കുള്ള വഴിയാണ് കേരളത്തിന്റെ വഴിയെന്ന് CPI എഴുതുന്നു. അതുകൊണ്ടാണ് CPIക്ക് LDF എന്ന് കേട്ടാൽ ഒരു സമാനം ഉണ്ടാകുന്നത്. ആ ചെയ്തികളെ, അതിന്റെ ചെയ്തികളെ, അതുകൊണ്ടാണ് CPI സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത്. LDF കാറും കൂളും നിറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ RSS ഫാസിസ്റ്റുകൾ വർഗീയ ഭ്രാന്തിന്റെ ഇരുട്ട് പരത്തുന്ന ഇന്ത്യയിൽ കേരളം കൊടുത്തു വെച്ച വെളിച്ചമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDFനെ കാണുന്നത്. ആ വെളിച്ചമാണ് നമുക്ക് LDF. ആ LDFനെ അതുകൊണ്ട് നിസ്സാരമായി കാണാൻ ശ്രമിച്ചാലും CPI അനുവദിക്കില്ല. നിസ്സാരമല്ല LDF. അതിന്റെ വാക്ക്, അതിന്റെ പ്രവൃത്തി, നയങ്ങളെല്ലാം പ്രധാനപ്പെട്ടവയാണ്. അതുകൊണ്ടാണ് CPI എന്ന് പറഞ്ഞത്. അത് പറയേണ്ടി വരും. ഞങ്ങളുടെ കത്ത് ഇപ്പോൾ LDFന് വന്നത്. ആ കത്തിന്റെ പ്രതികരണം ഞങ്ങൾക്കറിയില്ല. എന്തായാലും ശരി, വരുന്ന 27-ാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആലപ്പുഴയിൽ കൂടുന്നുണ്ട്. ആലപ്പുഴ വിദ്യാലയം കാരണം പുന്നപ്ര വയലാർ സമരത്തിന്റെ വാരാചരണത്തിന്റെ സമാപനമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പരിചയം അവിടെയായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ കമ്മിറ്റിയുടെ വേദി തിരുവനന്തപുരം വിട്ട് ആലപ്പുഴയിലേക്ക് മാറ്റേണ്ടി വന്നത്. ആ യോഗത്തിൽ ഞങ്ങൾ വിഷയത്തെപ്പറ്റി ഗൗരവമായി ചർച്ച ചെയ്യും. ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. അതാണ് നിങ്ങൾ അറിയിക്കുന്നത്. ഗവൺമെന്റ് പറയട്ടെ. ഞാനിപ്പോ ഒരു വാർത്താ സമ്മേളനം കണ്ടു, മന്ത്രി ശിവൻകുട്ടിയുടെ. ഞാൻ ഗൗരവത്തിലാണ് കണ്ടത്. ഞാൻ രസകരമായിട്ട് കണ്ടില്ല. ഞാൻ ഗൗരവത്തിൽ കണ്ടു. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാവിന്റെ പ്രസ് കോൺഫറൻസിൽ ഗൗരവമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കുന്ന വേറൊരു കമ്മ്യൂണിസ്റ്റ് സഖാവ് കാണിക്കേണ്ട എല്ലാ ഗൗരവവും കൽപ്പിച്ചുകൂടിയാണ് കാണുന്നത്. ഈ പറയുന്ന പാഠ്യപദ്ധതിയുമായി RSS സിലബസുമായിട്ട് മുമ്പോട്ട് പോകുന്നതിന് പാഠ്യപദ്ധതി പാടില്ല. അത് ഈ ശൈലി മാറണം. NEP പറ്റിയുള്ള ഒത്തത് കണ്ടോ?
ഞാൻ കേട്ടത് NEP നടപ്പിലാക്കുന്നത് പറഞ്ഞു. NEP നടപ്പിലാക്കുന്നത് പറഞ്ഞാൽ നടപ്പിലാക്കാതിരിക്കുന്നത് എങ്ങനെയാണ് എനിക്കറിയില്ല. ഒരാള് പറഞ്ഞാൽ കേൾക്കാം. ആരാ പറയുന്നത്? ആരാ പറയുന്നത്? എന്തിനൊരു വേളാണ് ഈ കരിക്കുലമോ ഈ സിലബസോ നടപ്പിലാക്കില്ല. ദേശീയ വിദ്യാഭ്യാസ കരിക്കുലമോ സിലബസോ സംസ്ഥാനം നടപ്പിലാക്കില്ല. അങ്ങനെയാണെങ്കിൽ അതിന് വളരെ പോസിറ്റീവായ സ്റ്റെപ്പാണ്. പക്ഷെ അങ്ങനെ നടപ്പാക്കാൻ കഴിയില്ല എന്ന് കവിതകൾ വായിച്ചു. അല്ല, എന്നേക്കാളും പഠിച്ചാലാണ് വിദ്യാഭ്യാസ മന്ത്രി ഇതിനെ പറ്റിയല്ല. എന്തായാലും ദേശീയ വിദ്യാഭ്യാസ അല്ല, മന്ത്രി പറഞ്ഞ ഈ വാദം ഞാനും കേട്ടതാണ്. ഞാനിപ്പോ പറയുന്നത് മന്ത്രി പറഞ്ഞ, ഞങ്ങളുടെ മന്ത്രിയാണ് ശിവൻകുട്ടി, ആ മന്ത്രി പറഞ്ഞ ആ വാചകത്തിനെ ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു. ഞങ്ങൾ കാത്തിരിക്കുന്നു. NEP എന്ന പേര് എന്തോ ആയിക്കോട്ടെ, പക്ഷെ NEP ഉൾക്കൊള്ളുന്ന കാതലായിട്ടുള്ള RSS പദ്ധതിയുണ്ട്, വിദ്യാഭ്യാസ RSS പദ്ധതി. അതിനെ ലോകാവസാനം വരെ എതിർക്കണം കമ്മ്യൂണിസ്റ്റുകാർ. കാണാം, നമുക്ക് നോക്കാം. ബ്രുവറി എന്തുണ്ടായി? ബ്രുവറിയിൽ ഇവിടെ കൂടിയ LDF യോഗത്തിൽ ചർച്ചയ്ക്ക് ശേഷം തീരുമാനിച്ചത് കുടിവെള്ളത്തെയും കൃഷിഭൂമിയെയും ബാധിക്കുന്ന വിധത്തിലെ പദ്ധതിയോട് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ പോയാൽ അപ്പ കാണാം. അങ്ങനെ പോയാൽ അപ്പ കാണാം. നോക്കാം നമുക്ക്. 28-ാം തീയതി കമ്മിറ്റി ഉണ്ടല്ലോ. 27-ാം തീയതി. അല്ലല്ലല്ല, നെവർ. ആര്? പൊതുസമൂഹത്തിന്റെ പുസ്തകം നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? പൊതുസമൂഹത്തിന്റെ കുത്തക താങ്കൾക്കുണ്ടോ? എനിക്കുമില്ല. പക്ഷേ പൊതുസമൂഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദരവോടെ കാണും. ആ പൾസ് വായിക്കാൻ CPIക്കും അറിയാം. ഇല്ലല്ലോ. ആ തെറ്റ് തന്നെയാണ്. ഓക്കെ, അത് പാർട്ടി നിലപാട് പറഞ്ഞു കഴിഞ്ഞു. അജിത നിലപാട് പറഞ്ഞു കഴിഞ്ഞു. 27-ന്റെ യോഗത്തിന് ശേഷം പറയാം. അതാണ് പാർട്ടി. ശ്രീജിത്തോ അജിതയോ ബിജുവോ ഒക്കെ പറയുന്നതൊക്കെ ഞങ്ങൾ ജനത്തോടെ കേട്ടു. പറഞ്ഞല്ലോ. അതല്ലേ, ഈ ശൈലി മാറിയേ തീരൂ. നോക്കാം നമുക്ക്. ശൈലി മാറിയില്ലെങ്കിൽ അപ്പോൾ നോക്കാം. അതിന്റെ ശൈലി മാറാത്ത പക്ഷെ അപ്പോൾ നോക്കാം. CPIക്ക് ഒരു ഭാഗത്ത് കളത്തിലുണ്ടാകും. നമുക്ക് നോക്കാം. ശൈലി മാറ്റം നയവിഷയങ്ങളിൽ ആവശ്യമായ ചർച്ചയാണ് ശൈലി മാറ്റം. ഞാൻ പൂർത്തിയാക്കട്ടെ. ഘടകപാർട്ടികളെ എല്ലാവരെയും വിശ്വാസത്തിലെടുക്കലാണ് ശൈലി മാറ്റം. മന്ത്രിസഭയെ സഹമന്ത്രിമാരുടെ അഭിപ്രായങ്ങളെ മാനിക്കലാണ് കൂട്ടുത്തരവാദിത്വം. അതൊക്കെ ഉണ്ടാകുമെന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ CPIക്ക് വേണ്ടി നിലപാട് പറഞ്ഞു. LDF കണ്ണൊരു കത്ത് കൊടുത്തിട്ടുണ്ട്. LDF ആണ് ഗവൺമെന്റ് നയിക്കുന്നത്. അതൊക്കെ എല്ലാം നിങ്ങൾക്കറിയാം. LDFന്റെ
കൺവീനർക്ക് CPM സെക്രട്ടറിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ഈ അഖിലേന്ത്യാ സെക്രട്ടറി ഡി രാജയ്ക്ക് നൽകിയ ഒരു കത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അല്ലാതെ സംസ്ഥാന പാർട്ടി ഓൾ ഇന്ത്യ പാർട്ടി അയച്ച കത്താണ്. ആ കത്തിൽ പരാമർശമുണ്ട്. പക്ഷേ രീതിക്ക് ഒരു കോൺസ്പിററ്റോറിയൽ സ്വഭാവത്തെ പറ്റി പറയുന്നു. അതെന്ത് ഗൂഢാലോചനയാണ്? ചർച്ചയിലായി പറഞ്ഞു. ഈ മൂന്ന് ഇന്ന് നമ്മൾ ഈ രാവിലത്തെ തീരുമാനം ഇരുന്നു വീട്ടിൽ മൂന്ന് പാർട്ടി NEP നടപ്പിലാക്കില്ല എന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യം ഞാൻ കേട്ടു, നിങ്ങൾ കേട്ടതാണ്. ഞങ്ങൾ കാത്തിരിക്കുന്നു 27 എക്സിക്യൂട്ടീവ് വെച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളല്ല. സെക്രട്ടറി കേന്ദ്രത്തിന്റെ വിവിധ പദ്ധതികളിൽ ഏകദേശം 8,000 കോടി രൂപ ഇങ്ങനെ പലതരത്തിലുള്ള മാനദണ്ഡങ്ങൾ വെച്ച് നമുക്ക് തരാതെ ലഭ്യമല്ലാതിരിക്കുന്നു. അതിൽ CPM-നും LDF-നും ഒരേ അഭിപ്രായമാണ്. കടുത്ത എതിർപ്പുണ്ട്. ഇത് മറികടക്കാൻ എന്ത് പ്രായോഗികമായി ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഈ മാനദണ്ഡങ്ങൾ വിവിധ മാനദണ്ഡങ്ങൾ അതിൽ CPI-ക്ക് സമാനമായ എതിർപ്പാണുള്ളത്. അതിൽ CPI എന്നോ CPM എന്നോ വ്യത്യാസമില്ല. പക്ഷെ ഇത് മറികടക്കാനുള്ള പ്രായോഗികമായിട്ടുള്ള വഴികളാണ് തേടുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് എങ്ങനെയാണ് പ്രായോഗികമായി മറികടക്കാൻ? നമ്മളിതിൽ ഒപ്പുവെക്കുമ്പോഴത്തേക്കും 168 ബ്ലോക്കുകളിൽ 2 സ്കൂളുകൾ വീതം 336 സ്കൂളുകളിൽ കുറച്ച് പണം കിട്ടും. ആ പണം 1 കോടിയാണ് മാക്സിമം. 1 കോടി. ആ പണത്തിന് മാത്രം പ്രലോഭനത്തിലോ കളക്കത്തിലോ നമ്മൾ ഈ പറയുന്ന RSSന്റെ നയത്തിന്റെ മുമ്പിൽ, അതും വിദ്യാഭ്യാസ രംഗത്തെ സിലബസും കരിക്കുലവും അടക്കമുള്ള കാര്യങ്ങളിൽ തലകുനിച്ചു കൊടുത്താൽ അതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതത്തെ പറ്റി ചിന്തിക്കാൻ CPI-ക്കും CPM-നും മറ്റാരേക്കാളും കടമയുണ്ട്. അതാണ് CPI നിലപാട്. ക്യാബിനറ്റ് അല്ല, പാർട്ടി എക്സിക്യൂട്ടീവ്. എന്റെ CPI ചാനലിൽ ഞാൻ പറയേണ്ടത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് എന്താണോ കേൾക്കേണ്ടത് അത് പറയാൻ ഞാനല്ലേ ഉദ്ദേശിക്കുന്നത്. അല്ലല്ല, പാർട്ടിയുടെ പോളിസി മേക്കിങ്ങിന്റെ പരമാധികാരമുള്ളത് എക്സിക്യൂട്ടീവിനാണ്. അല്ല, ചർച്ച എന്ന വാക്ക് വിലക്കപ്പെട്ട വാക്കല്ല. LDF വിലക്കപ്പെട്ട വാക്കല്ല. ചർച്ചയാണ് LDF-ന്റെ വഴി. ചർച്ച തന്നെയാണ്. ഏത് വിഷയത്തിനും പരിഹാരം ഉണ്ടാക്കാൻ CPI-ക്ക് ആഗ്രഹമുണ്ട്. എനിക്കറിയില്ല, ഇപ്പം ചർച്ചയ്ക്ക് ശേഷം പറയാം. ചർച്ച കഴിഞ്ഞ് പറയും. അജിതയെ ചർച്ച കഴിഞ്ഞേ പറയാൻ പറ്റുള്ളൂ. വേറെ വല്ല ചോദ്യം ഉണ്ടോ? ഞാൻ വീണ്ടും കേട്ടു, ഒപ്പിട്ട് കഴിഞ്ഞ ചുറ്റുപാടിൽ നടത്തിയ പ്രസ് കോൺഫറൻസിൽ ഏതാനും നേരം മുമ്പ് ഞാൻ കേട്ടത് NEP നടപ്പിലാക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടാണ്. എനിക്ക് എന്റെ സഹാബിന് വിശ്വാസമാണ്. അതെല്ലാം പറഞ്ഞല്ലോ. അതൊക്കെ അറിയാലോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചർച്ചകൾ ഉണ്ടായില്ല. പാർട്ടി വേദിയിലോ LDF വേദിയിലോ ചർച്ച ഉണ്ടായിട്ടില്ല. ക്യാബിനറ്റ് യോഗം ചർച്ചക്കെടുത്ത് 2 വട്ടം മാറ്റിവെച്ച കാര്യം. നയപരമായ വ്യക്തതയ്ക്ക് പറ്റിച്ചേക്കാം. വ്യക്തത വേണം. അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ഒരു മന്ത്രിയും പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കസേരയിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കില്ല. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മന്ത്രി.